ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുമ്പേയുടെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂവിൽ നമ്മൾ കഥയെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോകുന്ന ചില നിർണായക നിമിഷങ്ങളാണ് കാണാൻ പോകുന്നത്. വൈജയന്തിയും സ്റ്റാൻലിയും വർഷങ്ങൾക്ക് ശേഷം നേർക്ക് നേർ കാണുന്ന അത്യന്തം വികാരഭരിതമായ രംഗം, അലീനയെ സംബന്ധിച്ച് വലിയ വെളിപ്പെടുത്തൽ, ബാലചന്ദ്ര മേനോനെ ചുറ്റിപ്പറ്റി നടക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങൾ, അതിനു പിന്നാലെ കുടുംബം മുഴുവൻ നേരിടേണ്ടി വരുന്ന കടുത്ത പ്രതിസന്ധികൾ എന്നിവയെല്ലാം നമ്മൾ ഇന്ന് കാണാൻ പോവുകയാണ്. അതുപോലെ ഓരോ രംഗത്തിന്റെയും പിന്നിലെ വികാരങ്ങളും കഥ മുന്നോട്ട് പോകാൻ ഇടയാക്കുന്ന പ്രധാന സൂചനകളും ഉൾപ്പെടുത്തി എന്റെ സ്വന്തം വിശകലനത്തോടെയാണ് ഈ റിവ്യൂ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കണ്ടാൽ വരാനിരിക്കുന്ന എപ്പിസോഡിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായൊരു ചിത്രം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ. ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. കഴിഞ്ഞ വീഡിയോയിലെ നിർത്തിയിടത്തുനിന്ന് തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. സത്യം പുറത്തു വന്നതിന് പിന്നാലെ ഹാളിൽ ഉണ്ടായിരുന്ന എല്ലാവരും പൂർണ്ണമായി ഞെട്ടിപ്പോയ അവസ്ഥയിലായിരുന്നു. ആരുമൊന്നും സംസാരിക്കാനാകാതെ ഒരാളായി പുറത്തേക്ക് പോകാൻ തുടങ്ങി. ഭാനുമതി അമ്മയ്ക്കാണെങ്കിലോ കേട്ട കാര്യം വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും ശ്രീധരമേനോൻ നിശബ്ദനായിരിക്കാനാണ് സൂചന നൽകിയത്. കാരണം ആ സമയത്ത് വൈജയന്തിയുടെ അവസ്ഥ കണ്ടാൽ ആരും ഒരു വാക്ക് പോലും പറയാൻ തയ്യാറാകില്ല. ചുമരിൽ ചാരി നിന്ന വൈജയന്തി പൂർണ്ണമായി തകർന്ന നിലയിലായിരുന്നു. അതേസമയം സൗദാമിനിയമ്മയുടെ കണ്ണീരാണ് എല്ലാവരുടെയും മനസ്സ് കൂടുതൽ വേദനിപ്പിച്ചത്. മനുവും രോഹിത്തും ചേർന്ന് അവരെ സമാധാനിപ്പിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. വൈജയന്തിയെ കണ്ട നിമിഷം സൗദാമിനിയമ്മ അവളെ ചേർത്ത് പിടിച്ച് കരഞ്ഞു. അത്രയധികം മാനസികമായി തളർന്നു പോരുകയാണ് നമ്മുടെ വൈജയന്തി. അവൾക്ക് നിൽക്കാൻ പോലും കഴിയാതെ പതിയെ താഴെ ഇരിക്കേണ്ടി വന്നു. അടുത്തു നിന്ന ബബിതയ്ക്കും കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ സമയത്ത് മനുവിന്റെ മുഖഭാവം കണ്ടതോടെ അവളൊന്നും പറയാതെ മിണ്ടാതെയായി. പിന്നീട് എല്ലാവരും പുറത്തേക്ക് പോയപ്പോൾ മുറിയിൽ ബബിതയും വൈജയന്തിയും മാത്രമായി. അപ്പോഴാണ് ബബിതയുടെ ഫോണിലേക്ക് അലീനയുടെ കോൾ എത്തുന്നത്. ഫോൺ എടുത്തെങ്കിലും അവൾക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. കരച്ചിലോടെ മനുവിനെ വിളിക്കാൻ മാത്രം പറഞ്ഞ് ആ കോൾ അവസാനിപ്പിച്ചു. അതിനിടെ ഗംഗാധര മേനോൻ ബബിതയെ മുകളിലെ മുറിയിലേക്ക് വിളിച്ച് ഒരു പ്രധാന മുന്നറിയിപ്പ് നൽകി. വൈജയന്തിയുടെ മകൾ ജീവനോടെ ഉണ്ടെന്നുള്ള വിവരം ഇപ്പോൾ ആരോടും പറയരുതെന്നും അതിന്റെ സത്യാവസ്ഥ പോലും ഇതുവരെ ഉറപ്പായിട്ടില്ലെന്നും അദ്ദേഹം പറയുകയാണ്. എന്നാൽ ബബിതയ്ക്കിനി ഈ സത്യം എത്ര കാലം മറച്ചു വെക്കാനാകുമെന്ന ആശങ്കയുണ്ടായിരുന്നു. മറുവശത്ത് മനുവും സൗദാമിനിയമ്മയെ കിടത്തിയ ശേഷം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവരൊരു ചോദ്യമാണ് ചോദിച്ചത്. വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആ സംശയം ഇപ്പോൾ സത്യമാണോ എന്നറിയണമെന്ന് സൗദാമിനിയമ്മ ആവശ്യപ്പെടുകയാണ് മനുവിനോട്. കുറച്ചുനേരം മിണ്ടാതിരുന്ന മനുശങ്കർ ഒടുവിൽ തനിക്ക് സത്യം അറിയാമെന്നും ആ വ്യക്തിയെ മുത്തശ്ശിക്കും പരിചയമുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു മറുപടി കേട്ടതോടെ സൗദാമിനിയമ്മ വീണ്ടും വികാരാധീനയായി. എന്നാൽ ഇതെല്ലാം നടക്കുന്നതിനിടെ അലീന മനുവിനെ വിളിച്ച് അവിടുത്തെ സാഹചര്യം ചോദിച്ചറിഞ്ഞു. വീട്ടിലെല്ലാവരും ഇതേ വിഷയമാണ് സംസാരിക്കുന്നതെന്നും ഇപ്പോൾ ഒന്നും തുറന്നു പറയാൻ കഴിയാത്ത അവസ്ഥയാണെന്നും മനു അലീനയെ അറിയിച്ചു. എങ്കിലും വലിയ പ്രശ്നമൊന്നും ഇനിയും പൊട്ടി പുറപ്പെട്ടിട്ടില്ലെന്നും അതൊക്കെ ഇനി വരാനിരിക്കുന്ന സംഭവങ്ങളിലാണെന്നും പറഞ്ഞപ്പോൾ അലീനയ്ക്ക് ചെറിയൊരു ആശ്വാസം ലഭിച്ചു. അതിനെല്ലാം ശേഷം വൈകുന്നേരമായപ്പോഴാണ് സ്റ്റാൻലിയുടെ വീടിന് മുന്നിലേക്ക് ഒരു കാറ് വന്ന് നിർത്തിയത്. നായ്ക്കൾ ഒരുമിച്ച് കുരയ്ക്കാൻ തുടങ്ങിയതോടെ സ്റ്റാൻലിയുടെ മകളായ ടാനിയ പുറത്തേക്ക് ഇറങ്ങി നോക്കി. കാറിൽ നിന്ന് ഇറങ്ങിയത് വൈജയന്തിയാണെന്ന് മനസ്സിലായപ്പോൾ അവൾക്കും വൈജയെ കണ്ട ആകെ അത്ഭുതമായി. സ്റ്റാൻലി ജോസഫ് എവിടെയാണെന്ന് വൈജയന്തി ടാനിയോട് ചോദിച്ചപ്പോൾ പപ്പ തോട്ടത്തിലാണെന്നും വേണമെങ്കിൽ അകത്ത് കാത്തിരിക്കാമെന്നും പറഞ്ഞു. പക്ഷെ വൈജയന്തിക്ക് കാത്തിരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. തോട്ടത്തിലേക്കുള്ള വഴി മാത്രം ചോദിച്ച് അവൾ തിരികെ കാറിലേക്ക് നടന്നു. ഇത്ര ദൂരം വന്നത് സംസാരിക്കാനല്ല, ഒരു സത്യം നേരിട്ട് അറിയാനാണെന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേസമയം അലീന പുറത്തേക്ക് വന്നപ്പോൾ ഇരുവരും നേർക്ക് നേർ കാണുകയാണ്. കുറച്ചു നിമിഷങ്ങൾ അലീനയും വൈജയന്തിയും പരസ്പരം നോക്കി നിന്നെങ്കിലും ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. ഈ ഒരു മൗനം തന്നെ വൈജയന്തിയുടെ മനസ്സിലെ വേദന എത്രമാത്രം വലുതാണെന്ന് പറയുന്നുണ്ട്. പിന്നാലെ വൈജയന്തി ഉടനെ തന്നെ കാർ എടുത്ത് അവിടെ നിന്ന് പോയി. അലീന ഓടിയെത്തുമ്പോഴേക്കും കാറ് ഗേറ്റ് കടന്നിരുന്നു. അതിനുശേഷം നടന്നതെല്ലാം ടാനിയെ പറഞ്ഞപ്പോൾ അലീനയുടെ മുഖം പെട്ടെന്ന് മാറി. വൈജയന്തി സ്റ്റാൻലിയെ തേടി പോയതോടെ ഇനി എന്തെങ്കിലും വലിയ സത്യം പുറത്തു വരുമെന്നുള്ളൊരു തോന്നൽ നമ്മുടെ അലീനയ്ക്കും ഉണ്ടാവുകയാണ് കേട്ടോ. വൈജയുടെ മനസ്സിലാണെങ്കിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, സ്റ്റാൻലിയെ നേരിൽ കണ്ട് സത്യം അറിയുക. അതേസമയം വൈജയന്തി സ്റ്റാൻലിയെ തേടി വരികയാണെന്ന് അലീന ഫോണിലൂടെ അദ്ദേഹത്തെ അറിയിച്ചു. ഇനി നടക്കാൻ പോകുന്ന കൂടിക്കാഴ്ച വർഷങ്ങളായി ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾക്ക് പുതിയ തുടക്കമാകുമെന്ന് അപ്പോഴേ വ്യക്തമായിരുന്നു. റബ്ബർ തോട്ടത്തിലേക്കുള്ള വഴിയിലെത്തിയപ്പോൾ വൈജയന്തിയുടെ കാറും സ്റ്റാൻലിയുടെ ജീപ്പും നേർക്ക് നേരെത്തി. ഇരുവരും വാഹനത്തിൽ നിന്ന് ഇറങ്ങിയെങ്കിലും കുറച്ചു നിമിഷങ്ങൾ മൗനം മാത്രമായിരുന്നു അവർക്കിടയിൽ. ചില സാഹചര്യങ്ങളിൽ 1000 വാക്കുകളേക്കാൾ ശക്തമായി സംസാരിക്കുന്നത് ഒരു നിശബ്ദ നിമിഷം തന്നെയാണ്. വർഷങ്ങളുടെ അകലം ഒരു നിമിഷത്തിൽ തന്നെ ഇരുവരുടെയും ഓർമ്മകളെ തിരികെ കൊണ്ടുവന്നു. ഒടുവിൽ ധൈര്യം കണ്ടെത്തിയ വൈജയന്തി മനസ്സിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ചോദ്യം സ്റ്റാൻലിയോട് ചോദിക്കുകയാണ്. അവരുടെ ആ മകൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ
എന്നറിയാനായിരുന്നു അവളുടെ ആകാംക്ഷ. ഈ ചോദ്യം വെറുമൊരു സംശയമല്ല, വർഷങ്ങളായി അടച്ചുവെച്ച വേദനയുടെ പൊട്ടിത്തെറിയായിരുന്നു. സ്റ്റാൻലി യാതൊരു മടിയുമില്ലാതെ അലീന തന്നെയാണ് അവരുടെ മകളെന്ന് പറഞ്ഞു. ഈ മറുപടി കേട്ടതോടെ വൈജയന്തിയുടെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഒരൊറ്റ സത്യം ചിലപ്പോൾ വർഷങ്ങളുടെ ശക്തിയെയും തകർക്കുമെന്ന് ഈ രംഗം കാണിച്ചു തരുന്നു. കണ്ണീരടക്കാൻ പോലും കഴിയാതെ അവൾ കാറിനുള്ളിലേക്ക് കയറി. സ്റ്റാൻലി വളരെ അടുത്തുണ്ടായിരുന്നെങ്കിലും ആശ്വസിപ്പിക്കാൻ മുന്നോട്ട് പോയില്ല. ചില ബന്ധങ്ങളിൽ സ്നേഹം അവസാനിക്കില്ല, പക്ഷെ സാഹചര്യങ്ങൾ ഒരാളെ മറ്റൊരാളിൽ നിന്ന് അകറ്റി നിർത്തും. അങ്ങനെ കുറച്ചു നേരം ഇരുവരും നിശബ്ദരായി നിന്നു. ഇനി ഇവരെടുക്കുന്ന ഓരോ തീരുമാനവും കഥയുടെ ഗതി പൂർണ്ണമായി മാറ്റാൻ സാധ്യതയുണ്ടെന്നാണ് ഈ സീൻ നൽകുന്ന ഏറ്റവും വലിയ സൂചന. എന്തായാലും കുറച്ചു കഴിഞ്ഞ് വൈജയന്തി കാർ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാൻലി മെല്ലെ കൈ പിൻവലിച്ചപ്പോൾ കാറിന്റെ ഗ്ലാസ് താഴ്ന്നു. വൈജയന്തി അവസാനമായി ഒരിക്കൽ കൂടെ അദ്ദേഹത്തെ നോക്കി. ആ നോട്ടത്തിൽ വേദനയും തകർച്ചയും പറയാനാകാത്ത ഒരുപാട് വികാരങ്ങളും ഒളിഞ്ഞിരുന്നു. ഇവിടെ വാക്കുകളേക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് അവരുടെ നിശബ്ദതയാണ്. അടുത്ത നിമിഷം ഗ്ലാസ് വീണ്ടും ഉയർന്നു. കാറ് പതിയെ മുന്നോട്ട് നീങ്ങി. സ്റ്റാൻലി ആണെങ്കിലോ അതേ സ്ഥലത്ത് നിശ്ചലനായി നിന്നു. കാറ് കാഴ്ചയിൽ നിന്ന് മറഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ മനസ്സ് അവിടെ തന്നെയായിരുന്നു. ഈ കൂടിക്കാഴ്ച ഒരു അവസാനമല്ല, വർഷങ്ങളായി മറഞ്ഞുകിടന്ന സത്യങ്ങൾ ഇനി ഓരോരുത്തരുടെയും ജീവിതത്തെ എങ്ങനെ മാറ്റുമെന്ന് സൂചിപ്പിക്കുന്ന തുടക്കമാണ്. പ്രത്യേകിച്ച് വൈജയന്തിയും അലീനയും തമ്മിലുള്ള അടുത്ത കൂടിക്കാഴ്ച കഥയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുമെന്ന സൂചന ഈ രംഗം നൽകുന്നുമുണ്ട്. അതിനുശേഷം വൈജയന്തി എന്ന് കടപ്പാട്ടൂരിലെ വീട്ടിലെത്തിയത് കുടുംബാംഗങ്ങളെ ഒരുമിച്ച് കാണാനായിരുന്നു. ഞായറാഴ്ചയായതിനാൽ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. ഒരുമിച്ച് സമയം ചെലവഴിച്ച ശേഷം ഉച്ചഭക്ഷണവും കഴിച്ച് കുറച്ചുനേരം വിശ്രമിച്ചാണ് അവർ മടങ്ങാൻ തീരുമാനിച്ചത്. പുറമേ എല്ലാം സാധാരണ പോലെ തോന്നിയെങ്കിലും വൈജയുടെ മനസ്സിൽ അപ്പോഴും ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. യാത്രക്കിടയിൽ ബാലചന്ദ്രന്റെ മദ്യപാനവും പുകവലിയും വീണ്ടും കൂടിയിട്ടുണ്ടെന്നും ഇപ്പോൾ അലീനയുടെ വാക്ക് പോലും അദ്ദേഹം കേൾക്കുന്നില്ലെന്നും ബബിത വിഷമത്തോടെ വൈജയന്തിയോട് പറയുന്നുണ്ടായിരുന്നു. ഈ ചെറിയ സംഭാഷണം പോലും ആ കുടുംബത്തിനുള്ളിലെ പ്രശ്നങ്ങൾ എത്ര ആഴത്തിലാണെന്ന് കാണിക്കുന്നു. എല്ലാം കേട്ട വൈജയന്തി ഒന്നും പറയാതെ യാത്ര തുടർന്നു. ബസ്സിലിരുന്നപ്പോൾ അവളുടെ മനസ്സ് വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് പോയി. ബാലചന്ദ്രനൊപ്പം ഇത്രയും വർഷം ജീവിച്ചിട്ടും എന്തുകൊണ്ട് യഥാർത്ഥ സ്നേഹം തോന്നിയില്ല എന്ന ചോദ്യം വീണ്ടും അവളെ അലട്ടാൻ തുടങ്ങി. ചില ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാലും കിട്ടാറില്ല. അതാണ് വൈജയന്തിയുടെ അവസ്ഥയും. അപ്പോഴാണ് മൊബൈൽ ഫോൺ റിംഗ് ചെയ്തത്. ഫോൺ എടുത്ത ഉടൻ മറുവശത്ത് നിന്ന് കൃഷ്ണമോളുടെ കരച്ചിൽ കേട്ടതോടെ വൈജ പൂർണ്ണമായും പരിഭ്രാന്തയായി. ഫോൺ എടുത്ത ഉടൻ മറുവശത്ത് നിന്ന് കേട്ട വാർത്ത അവളെ പൂർണ്ണമായും ഞെട്ടിച്ചു. ബബിതയുടെ കരച്ചിലിനിടയിൽ ഒരു കാര്യം മാത്രം വ്യക്തമായി: ബാലചന്ദ്രൻ പെട്ടെന്ന് വീണു. രോഹിത് ഉടനെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഒരു നിമിഷം കൊണ്ടാണ് എല്ലാവരുടെയും മനസ്സമാധാനം ഇല്ലാതായത്. അതേസമയം ഹോസ്റ്റലിലുണ്ടായിരുന്ന അലീനയും ഈ വിവരം അറിഞ്ഞതോടെ ആകെ തളർന്നു പോകുന്നു. രേവതിക്കുട്ടി ഉടനെ രോഹിത്തിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുക്കാനായില്ല. ചില സമയങ്ങളിൽ ഒരു ഫോൺ കോൾ പോലും ലഭിക്കാതിരിക്കുന്നത് ആളുകളെ കൂടുതൽ ഭയപ്പെടുത്തും. രോഹിത്തിൽ നിന്ന് മറുപടി കിട്ടാത്തതോടെ അലീനയുടെ ആശങ്ക കൂടിക്കൊണ്ടിരുന്നു. ബബിത ഇത്രയധികം കരയുന്നുണ്ടെങ്കിൽ സംഭവം ചെറുതായിരിക്കില്ല എന്നുള്ളൊരു തോന്നൽ അവളെ വിട്ടുമാറിയില്ല. അലീനയുടെ ഭയം വെറും സംശയമല്ല, കുടുംബത്തിൽ എന്തോ ഗുരുതരമായ കാര്യം നടന്നുവെന്ന മുന്നറിയിപ്പായിരുന്നു അത്. ഏതായാലും വൈജയന്തി ഇതിനകം യാത്രാമധ്യയാണെന്നും വിവരമറിഞ്ഞ ശേഷം പാലായിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നും അറിഞ്ഞപ്പോൾ അലീന ഒരു നിമിഷം പോലും പാഴാക്കാതെ ആ തീരുമാനമെടുത്തു. ഇവിടെ നിൽക്കുന്നതിന് പകരം നേരിട്ട് പാലായിലേക്ക് പോകണമെന്നാണ് അവൾ ഉറപ്പിച്ചത്. അതിനു മുമ്പ് സ്റ്റാൻലിയെ വിളിച്ച് നടന്ന കാര്യങ്ങൾ ചുരുക്കമായി അറിയിച്ചു. ഈ വിവരം ലഭിച്ച ഉടൻ അലീന ആദ്യം മനുവുമായിട്ട് ബന്ധപ്പെട്ടു. ആശുപത്രിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായിരുന്നു അവളുടെ ശ്രമം. മനുവിനും അപ്പോഴേക്കും ലഭിച്ച വിവരം വളരെ പരിമിതമായിരുന്നു. ബാലചന്ദ്ര മേനോന് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് രോഹിത് ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നാണ് അവൻ പറഞ്ഞത്. ഈ സമയത്ത് ആരുടെയും കയ്യിൽ വ്യക്തമായ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ബാലചന്ദ്രൻ മേനോൻ എളുപ്പത്തിൽ തോറ്റുകൊടുക്കുന്ന ആളല്ലെന്ന പ്രതീക്ഷ മനുശങ്കർ പങ്കുവയ്ക്കുന്നു. ഒരു ചെറിയ പ്രതീക്ഷ പോലും എല്ലാവരെയും മുറുകെ പിടിച്ച നിമിഷമായിരുന്നു അത്. അലീനയും ഉടൻ പാലായിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുകയാണ്. മനുശങ്കറിന്റെ കൂടെ പോകാനാണ് അവൾ ആവശ്യപ്പെട്ടത്. സമയം കളയാതെ എത്തുക മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ആശ്രമത്തിലെ കാര്യങ്ങൾ രേവതിക്കുട്ടിയെ ഏൽപ്പിച്ച ശേഷം ഇരുവരും യാത്ര തിരിച്ചു. ഉത്തരവാദിത്വവും ആശങ്കയും ഒരേ സമയം ഏറ്റെടുത്ത യാത്രയായിരുന്നു അത്. വഴിമത്തിയ മനു സംഭവിച്ചതെല്ലാം വിശദമായിട്ട് അലീനയോട് പറഞ്ഞു. ബാലചന്ദ്രൻ മേനോൻ കാപ്പി ചോദിച്ചെങ്കിലും ചെറിയ വൈകൽ സംഭവിച്ചു. തുടർന്ന് ലെമൺ ടീ നൽകിയെങ്കിലും അദ്ദേഹം അത് സ്വീകരിച്ചില്ല. ഇത് പിന്നീട് വലിയൊരു ദുരന്തത്തിലേക്കുള്ള ചെറിയ തുടക്കമായി മാറുകയായിരുന്നു അത്രേ. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. രോഹിത് ഉടനെ പ്രാഥമിക സഹായം നൽകി. ബബിത ആശുപത്രിയിലേക്ക് ബന്ധപ്പെടുകയും ചെയ്തു. ആ നിമിഷം ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതായിരുന്നു. ആംബുലൻസ് ലഭിക്കാത്തതിനാൽ മറ്റൊരു വാഹനത്തിൽ അദ്ദേഹത്തെ രോഹിത് തന്നെയാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഒടുവിൽ കാർഡിയോളജി ICUവിലേക്ക് മാറ്റിയെന്ന വിവരം മാത്രമാണ് ലഭിച്ചത്. സ്ഥിതി എത്ര ഗുരുതരമാണെന്ന് എല്ലാവർക്കും അപ്പോഴാണത്രേ മനസ്സിലായത്.
ഉണ്ടായത്. ഈ വാർത്ത കേട്ടതോടെ അലീനയുടെ മനസ്സിൽ ഭയം ശക്തമായി. അവള് പുറത്ത് ശാന്തമായിരുന്നെങ്കിലും ഉള്ളിൽ വലിയൊരു പോരാട്ടം നടക്കുകയായിരുന്നു. യാത്രക്കിടയിൽ അച്ഛന്റെ സമീപകാല മാറ്റങ്ങൾ അവളുടെ ഓർമ്മയിൽ വീണ്ടും വീണ്ടും വന്നു. മുൻപുണ്ടായിരുന്ന വാശിയും കടുപ്പവും കുറഞ്ഞ് അദ്ദേഹം കൂടുതൽ ശാന്തനായതായി അവൾക്ക് തോന്നി. പിന്നീട് ഓർക്കുമ്പോഴാണ് ചില മാറ്റങ്ങളുടെ അർത്ഥം മനസ്സിലാകുന്നത്. അവസാന ദിവസങ്ങളിൽ അദ്ദേഹം പല കാര്യങ്ങളും വ്യത്യസ്തമായി പെരുമാറിയിരുന്നതും അലീന ഓർത്തെടുത്തു. ജീവിതം ചില സൂചനകൾ മുൻകൂട്ടി നൽകാറുണ്ടെന്ന തോന്നൽ ഈ രംഗം നൽകുന്നു. ആശുപത്രിയിൽ എത്തിയപ്പോൾ അവിടെ വലിയൊരു ആശങ്കയുടെ അന്തരീക്ഷമായിരുന്നു. പ്രതീക്ഷയും ഭയവും ഒരുമിച്ച് നിറഞ്ഞ ഇടമായി ആശുപത്രി മാറിയിരുന്നു. കാർഡിയോളജി വിഭാഗത്തിന് സമീപം കരഞ്ഞു നിൽക്കുന്ന സുനന്ദയെ കണ്ട നിമിഷം തന്നെ അലീനയുടെ ഹൃദയം പിടഞ്ഞു. അടുത്തതായി കേൾക്കാൻ പോകുന്ന വാർത്ത നല്ലതല്ലെന്ന് അവൾക്ക് തോന്നുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം രോഹിത് കരഞ്ഞുകൊണ്ട് അലീനയുടെ അടുത്തേക്ക് ഓടിയെത്തി. അച്ഛൻ ഇനി ഇല്ലെന്ന വാർത്ത അവൻ കണ്ണീരോടെ അറിയിച്ചു. ഈ ഒറ്റ നിമിഷം തന്നെ കുടുംബത്തിന്റെ ജീവിതം മറ്റൊരു അധ്യായത്തിലേക്ക് കടക്കുകയായിരുന്നു. ആ ഒരു നിമിഷം മുതൽ എല്ലാവരുടെയും മനസ്സിൽ പുതിയൊരു വേദന ആരംഭിക്കുകയായിരുന്നു.